തിരൂരിൽ നടന്ന മനുഷ്യാവകാശ കമ്മീഷൻ സിറ്റിംഗിലാണ് നൂറുകണക്കിന് പ്രളയ ദുരിതബാധിതർക്ക് ആശ്വാസമാകുന്ന ഇടപെടൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. 2019 പ്രളയ ദുരിതാശ്വാസമായി ലഭിച്ച അടിയന്തര സഹായധനം തിരിച്ചടയ്ക്കണമെന്ന സർക്കാർ ഉത്തരവിനെതിരെ ഇടപെടൽ നടത്താൻ മനുഷ്യാവകാശ കമ്മീഷൻ തീരുമാനിച്ചു. ദുരിതാശ്വാസ ധനം തിരിച്ചടയ്ക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകുമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചു. യൂത്ത് ലീഗ് തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റി നൽകിയ പരാതിയിലാണ് കമ്മീഷൻ ഇടപെടൽ. യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് UA റസാഖ് സിറ്റിംഗിൽ കമ്മീഷന് മുന്നിൽ ഹാജരായി. സർക്കാർ അനുകൂലമായ ഇവിടുന്ന് കളക്ടർ റിപ്പോർട്ട് പ്രകാരം അവര് ഗവൺമെന്റിലേക്ക് അയച്ചിട്ടുണ്ട്. അത് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയിൽ നിന്ന് ഗവൺമെന്റിൽ നിന്ന് ഉത്തരവ് വരണം. അത് അവര് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് തന്നെ മാനുഷിക പരിഗണന വെച്ചിട്ട് അത് അവരിൽ നിന്നും ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ 2 ആളെ പേരിലേ വന്നുള്ളൂ. അവിടെ കുറെ ആൾക്കാരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? പക്ഷെ അങ്ങനെ ഒന്നായിട്ടുള്ളൊരു ഇതായിട്ട് കളക്ടർ അടുത്തേക്ക് പോയില്ല. ഇനിയിപ്പോ ഇതിൽ ഉത്തരവ് വന്നു കഴിഞ്ഞിട്ട് ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള ആളുകൾ ആവശ്യപ്പെടേണ്ടി വരും. 2019 പ്രളയ ദുരിതാശ്വാസ സഹായധനം ലഭിച്ച തിരൂരങ്ങാടി താലൂക്കിലെ 125 പേർക്കാണ് ഇരട്ടിയായി ലഭിച്ച തുക തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് ലഭിച്ചിരുന്നത്. ഇതിനെതിരെയാണ് യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റി സർക്കാരിനും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയത്. യൂത്ത് ലീഗിന്റെ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ തിരൂരങ്ങാടി തഹസിൽദാരിൽ നിന്ന് വിശദീകരണം തേടിയിരുന്നു. സാങ്കേതിക പിഴവിനെ തുടർന്ന് 2 തവണയായി അക്കൗണ്ടിലെത്തിയ പണത്തിൽ അധിക തുക തിരിച്ചടയ്ക്കാനാണ് ഉത്തരവിട്ടതെന്ന് തഹസിൽദാർ വിശദീകരണം നൽകി. 2019 പിഴവിന് നോട്ടീസ് നൽകിയത് 2025 തുക തിരിച്ചടയ്ക്കാൻ ശേഷിയില്ലാത്ത കൊടിഞ്ഞി കാടാംകുന്ന് സ്വദേശി ബഷീർ കാടാംകുന്നിന്റെ അവസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് യൂത്ത് ലീഗ് പരാതി നൽകിയിരുന്നത്. ബഷീറിനെ ഒഴിവാക്കണമെന്ന റിപ്പോർട്ട് തഹസിൽദാർ കളക്ടർക്ക് സമർപ്പിക്കുകയും കളക്ടർ ഈ റിപ്പോർട്ട് ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും ലാൻഡ് റവന്യൂ കമ്മീഷണർക്കും കൈമാറിയതായും പറയപ്പെടുന്നു. ഇതിൽ തീരുമാനം വരുന്ന മുറയ്ക്ക് മറ്റുള്ളവർക്കും സമാനമായ രീതിയിൽ അപേക്ഷ നൽകാമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. നോട്ടീസ് ലഭിച്ചവരിൽ പലരും ജീവിച്ചിരിപ്പില്ലെന്നും മറ്റു ചിലർ നിത്യരോഗികളും വൃദ്ധരും പരസഹായത്താൽ ജീവിക്കുന്നവരും മത്സ്യത്തൊഴിലാളികളുമാണെന്നും അത്തരക്കാരെയും തിരിച്ചടവിൽ നിന്ന് ഒഴിവാക്കണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു. വിഷയത്തിലെ കമ്മീഷൻ ഇടപെടൽ യൂത്ത് ലീഗിന്റെ പോരാട്ട വിജയമാണെന്ന് UA റസാഖ് പറഞ്ഞു. ഈ ചാനൽ ന്യൂസ് തിരൂർ. യൂണിവേഴ്സിറ്റിയിൽ അഡ്മിറ്റ് കാർഡ് വന്നുട്ടോ. അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റൊക്കെ വേഗം ശരിയാക്കേണ്ടി വരില്ലേ കണ്ണാ? വേണം. കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞു. KSFE, ഈ നാടിന്റെ ധൈര്യം.